നമസ്കാരം. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഇനി 2-2 പോരാട്ടങ്ങൾ. അതിൽ ഒന്ന് ഇംഗ്ലണ്ട് നോർവേ, 2 അർജന്റീന സ്വിറ്റ്സർലൻഡ്. ഈ 2 മത്സരങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ഇത് കഴിയുമ്പോൾ വ്യക്തമാകും ലോകകപ്പിലെ രണ്ടാമത്തെ സെമി ഫൈനലിസ്റ്റുകൾ ആരൊക്കെ എന്നുള്ളത്. നമ്മൾ വിശദമായി നോക്കും ഈ 2 മത്സരങ്ങളെ പറ്റി. എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽസ് ആയിട്ടുള്ള മുഹമ്മദ് റാഫി, CK വിനീത്, രണ്ടുപേരും തത്സമയം ഫുട്ഗോളത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. വിനീതും ഒപ്പം റാഫിയും നിങ്ങൾക്ക് പ്രതീക്ഷകൾ പങ്കുവെക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഫുട്ഗോളത്തിലേക്ക്. ആദ്യം നമ്മൾ ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിലേക്കാണ്. മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് നോർവേയും ഏറ്റുമുട്ടുകയാണ് ഇന്ന്. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേ, ആതിഥേയരായ മെക്സിക്കോയെ തോൽപ്പിച്ചെത്തുന്ന ഇംഗ്ലണ്ട്. രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ യൂറോപ്യൻ ശക്തികളുടെ പോരാട്ടത്തിൽ തീപാറും എന്നുറപ്പ്. ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, 2 സ്ട്രൈക്കർമാരുടെ മികവ് പ്രകടമാകുന്ന വേദി കൂടിയായിരിക്കും ഈ ക്വാർട്ടർ പോരാട്ടം. 2:30 മയാമിയിലാണ് കിക്ക് ഓഫ്. വൈക്കിംഗ് റോവിംഗ് പോലെ തന്നെ ആവേശകരമാണ് ഈ ലോകകപ്പ് ക്വാർട്ടറിലേക്കുള്ള നോർവേയുടെ കുതിച്ചുപായൽ. കരുത്താണ് മുഖമുദ്ര. മുന്നിൽ വന്ന് നിന്നാൽ തന്നെ എതിരാളികളെ ബാക്ക് ഫൂട്ടിലാക്കുന്ന കായികക്ഷമത, ഒപ്പം വേഗതയും. എർലിംഗ് ഹാലൻഡ് എന്ന 25-കാരനെ കേന്ദ്രീകരിച്ചാണ് തന്ത്രങ്ങളെല്ലാം. ഇതുവരെ 7 ഗോളുകളുമായി ടീമിന്റെ പ്രതീക്ഷ കാത്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം. പ്രതിരോധത്തിൽ ചില വിള്ളലുകൾ നേരിടുന്ന ഇംഗ്ലണ്ടിന് തലവേദനയാകും ഹാലൻഡ്. ക്യാപ്റ്റൻ ഒഡേഗാർഡിന്റെ പിന്തുണയാണ് ഹാലൻഡിന് കുതിക്കാനുള്ള ധൈര്യം. സമ്മർദ്ദം മുഴുവൻ ഇംഗ്ലണ്ടിനാണെന്നും നോർവേക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും ഹാലൻഡ്. Really low still, so yeah, I think there's some clear favourites out there. England's one of them, so I think all of you should put every single pressure on the English lads. കടലാസിൽ കരുത്ത് ഇംഗ്ലണ്ടിന് തന്നെ. റാങ്കിങ്ങിൽ 4ാം സ്ഥാനക്കാർ. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക എന്നിങ്ങനെ നീളുന്നു മുന്നിലെ നിര. ചുവപ്പുകാട് കിട്ടിയ ക്വാൻസ ഇല്ലാത്തതാണ് റൈറ്റ് ബാക്കിൽ തിരിച്ചടി. ഹാലൻഡിനെയും ഒഡേഗാർഡിനെയും തടഞ്ഞാൽ പകുതി ജയിച്ചുവെന്ന് ബുക്കായോ സാക്ക പറയുന്നു. Yeah, he's been great. He's been in good form, and not just him, you know, his teammates. So yeah, we'll focus on them as a collective because they're in good form and they've been good this tournament. But yeah, we know our strengths and we'll focus on winning the game. പ്രവചനങ്ങളിൽ ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം. കണക്കുകളിലും ആ മേധാവിത്വമുണ്ട്. 12 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 7ലും ഇംഗ്ലീഷ് ടീം ജയിച്ചു. നോർവേ വിജയിച്ചത് 2 തവണ മാത്രം. 94 ലോകകപ്പിലേക്കുള്ള ഇംഗ്ലണ്ടിന്റെ വഴി തടഞ്ഞത് നോർവേയാണ്. ഇക്കുറി സെമി മോഹമായെത്തുന്ന ഇംഗ്ലീഷ് പടയ്ക്ക് വൈക്കിംഗ് തൊഴിലുകാരുടെ മികവ് വെല്ലുവിളിയാകുമെന്നുറപ്പ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. CK വിനീതും ഒപ്പം മുഹമ്മദ് റാഫി, രണ്ടുപേരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വിനീതിലേക്ക് പോകുന്നു. വിനീത്, ഇംഗ്ലണ്ട് നോർവേ മത്സരം സംസാരിച്ച ശേഷം നമുക്ക് അർജന്റീനയുടെ മത്സരത്തിലേക്ക് പോകാം. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിൽ വലിയ ഹൈപ്പുണ്ട്. പ്രത്യേകിച്ചും ഹാലൻഡ് ഉണ്ട്, മറുവശത്ത് ഹാരി കെയ്ൻ. ഗോളടിക്കാൻ അതീവ വ്യഗ്രതയുള്ള 2 പേർ. അപ്പോൾ ഇതിൽ ആരെയാണ് കൂടുതൽ നെഞ്ചേറ്റേണ്ടത് എന്ന് കരുതുന്നു? ആരാണ് കൂടുതൽ മികവ് കാട്ടാൻ സാധ്യത? എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ആണ് ഒരു ടീമായിട്ട് കൂടുതൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നോർവേയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡ് ഗോൾ അടിക്കുന്നു, പുറകിൽ ഒഡേഗാർഡ് ഉണ്ടാവുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അത്രത്തോളം ഒരു കംപ്ലീറ്റ് ഒരു ടീമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് മൊത്തം ടീമുകൾ എന്താ പറയുക, നമ്മളെ ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേ ലെവലിൽ കളിക്കുന്ന ആൾക്കാർ, ഒരേ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇംഗ്ലണ്ടിനായിരിക്കും കൂടുതൽ മുൻതൂക്കം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളി പോലും നോർവേയെ സംബന്ധിച്ച് നോർവേ എല്ലാ ജയത്തിന്റെ എല്ലാം അർഹിക്കുന്നുണ്ടെങ്കിലും ബ്രസീൽ കളിക്കാത്തത് കൊണ്ട് നോർവേ ജയിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതും കൂടി കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനായിരിക്കും കൂടുതൽ മുൻതൂക്കം എന്നുള്ളത്. റൈറ്റ്. റാഫിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. റാഫി, എന്ത് തോന്നുന്നു? ഇംഗ്ലണ്ടിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നുണ്ടോ? ഇംഗ്ലണ്ടിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന വെച്ചാൽ ലാസ്റ്റ് മാച്ച് ബ്രസീലിനെതിരെ നോർവേ നന്നായി കളിച്ചു. എനിക്ക് തോന്നുന്നത് നല്ല മിഡ്ഫീൽഡ്, അവര് നല്ല കമ്പൈൻ, നല്ല രീതിയിൽ പാസസും, നല്ല രീതിയിൽ ഒരു ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കുന്നത് കാണാൻ പറ്റി ലാസ്റ്റ് മാച്ച് ബ്രസീലിനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റി എനിക്ക് തോന്നുന്നു ഇന്ന് ഇംഗ്ലണ്ടിന് കുറച്ച്
മെനക്കേട് ഉണ്ടാവും. ചില നല്ല രീതിയിലുള്ള പാസസും അതുപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ന് ഇംഗ്ലണ്ടിന് കുറച്ചും കൂടി എനിക്ക് ടഫായി തോന്നുന്നുണ്ട് ഇന്നത്തെ മാച്ചിൽ. വിനീത്, ഈ ഇംഗ്ലണ്ട് ടഫാകുന്നു എന്ന് കരുതുമ്പോൾ തന്നെ അവരുടെ ഡിഫൻസിൽ കുറെ പ്രശ്നങ്ങളില്ലേ? ഡിഫൻസ് മുന്നേറ്റത്തിൽ അതിഗംഭീരമാണ്. ബെല്ലിംഗ്ഹാം, കെയ്നും ഒക്കെ ഗോൾ അടിക്കുന്നു. പക്ഷേ ഡിഫൻഡർമാർക്ക് ആ ഒരു ലെവലിലേക്ക്, എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു ഇതുവരെ? ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്പെക്ടേഷൻസ് കൂടുതലാകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രീമിയർ ലീഗ് കണ്ടിട്ട് അവരെ A to Z പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അവരെ എക്സ്പെക്ടേഷൻസ് നമുക്ക് എപ്പോഴും കൂടുതലാവുന്നത്. അതിനടുത്ത് നമ്മളെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം നമ്മൾ അവരെയൊക്കെ കാണുന്നത് എന്താ പറയാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സിന്റെ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അവർ ഒരിക്കലും കാഴ്ചവെക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ നിലവിൽ ഈ പറയുന്ന ഏറ്റവും നല്ലോണം കളിച്ച ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് എന്നുള്ളതാണ്. അവരുടെ ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ മികച്ചു നിന്നിട്ടുണ്ടാണ്. അതിനാണ് അവർക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടിയതും ഇപ്പോൾ അവർ ഈ പറയുന്ന ക്വാർട്ടറിലേക്ക് വന്നതും. എനിക്കങ്ങനെ അവരുടെ ഡിഫൻസിനെ കുറിച്ച് അങ്ങനെ ഒരു അവർ പോരാ എന്നുള്ള അഭിപ്രായം ഇല്ല. കാരണം ഓരോ മാച്ച് വരുമ്പോഴും അവർ അതിനനുസരിച്ചിട്ട് മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഹാലൻഡിനെ തടയാൻ അവർക്ക് എല്ലാവർക്കും ഹാലൻഡിനോട് കളിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ അവർക്കത് എളുപ്പമായിരിക്കുന്നല്ല, പക്ഷെ അവർക്ക് എങ്ങനെ ഹാലൻഡിനെ പൂട്ടണം എന്നുള്ളത് അറിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. റാഫി, റൈറ്റ്, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ഹാലൻഡും ഇംഗ്ലണ്ട് ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും പരസ്പരമൊക്കെ ഒരുമിച്ചോ അല്ലെങ്കിൽ പരസ്പരം വിരുദ്ധമായിട്ടൊക്കെ കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഒരുപാട് പരിചയമുണ്ട്, അവർക്ക് മത്സര പരിചയമുണ്ട്, രണ്ടുപേരുടെ ശൈലികൾ അറിയാവുന്നവരാണ്. അപ്പോൾ ഈ ഹാലൻഡ് മറ്റു ടീമുകൾക്കുണ്ടാകുന്ന വെല്ലുവിളി അത് ഇംഗ്ലണ്ടിനുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഹാലൻഡിനെ അറിയുന്ന പ്ലേയേഴ്സ് ആണ് കൂടുതലും ഇംഗ്ലണ്ടിലാണ് ഹാലൻഡ് കളിക്കുന്നത്. അപ്പോൾ ഹാലൻഡിന്റെ ഏത് രീതിയിലാണ് കൂട്ടുണ്ടെന്നില്ല അവരുടെ ഡിഫൻസ് ഓൾറെഡി അതുപോലെ കോച്ചും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു മത്സരം നമുക്ക് എന്തായാലും നല്ലൊരു മത്സരം കാണാൻ പറ്റും. വെച്ചാൽ രണ്ടും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഡിഫൻസിനെ എങ്ങനെ ബീറ്റ് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല ഒരു തന്ത്രത്തിലായിരിക്കും ഹാലൻഡ് നിൽക്കുക. ഹാലൻഡിനെ എങ്ങനെ പൂട്ടണം എന്നുള്ള രീതിയിലായിരിക്കും ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് നിൽക്കുക. അപ്പൊ ഇന്നത്തെ ഒരു മാച്ച് നമുക്ക് വിനീത് പറഞ്ഞതുപോലെ ഡിഫൻസിന്റെയും ഒരു ഹാലൻഡിന്റെയും വലിയ രീതിയിലുള്ള ഒരു മാച്ചായി മാറാൻ ചാൻസസ് ഉണ്ട്. ശരി, നമ്മൾ ഇനി അർജന്റീന മത്സരത്തിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് റാഫി, ഒരു എന്താണ് പ്രഡിക്ഷൻ? ഒരു ഇംഗ്ലണ്ട് ഈ നോർവേ മത്സരത്തിൽ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും മുഹമ്മദ് റാഫി മത്സരത്തെ? സ്കോർ കാർഡ് എനിക്ക് തോന്നുന്നു ഇതൊരു ടൈ ബ്രേക്കറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മാച്ചിൽ പ്ലെയിൻ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു 2-2 എക്സ്ട്രാ ടൈം പോയിട്ട് എനിക്ക് തോന്നുന്നത് പെനാൽറ്റി ഷൂട്ടറിൽ പോകാൻ ചാൻസ് ഉണ്ട്. പെനാൽറ്റി ഷൂട്ടറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന 2 ഗോൾ കീപ്പറും നല്ല ഫോമിലാണ്. ഒന്നുകൂടെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട് ജയിക്കാതെ ചാൻസ് ഉണ്ട്. പിക്ഫോർഡിനാണ് ആനുകൂല്യം നൽകുന്നത്. ഓക്കെ, വിനീത് സെയിം അഭിപ്രായമാണോ? എക്സ്ട്രാ ടൈം എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് ഒന്ന് ഇത് സ്ട്രൈക്കേഴ്സിന്റെ ഗെയിമായി മാറാനാണ് ചാൻസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഹാരി കെയ്ൻ ഉണ്ട്, അപ്പുറം ഹാലൻഡ് ഉണ്ട്. അപ്പം ഇവരെന്തായാലും ഗോൾ അടിക്കാതിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ആരെങ്കിലും ഒരാള് മേ ബി ഇംഗ്ലണ്ട് ആയിരിക്കും. കാരണം ഇംഗ്ലണ്ടിന് ഗോൾ അടിക്കാൻ ഹാരി കെയ്ൻ മാത്രമല്ല, ബെല്ലിംഗ്ഹാം ഒക്കെ നല്ല ഫോമിലാണ്. ഞാൻ ഇംഗ്ലണ്ടിനാണ് കൂടുതൽ സാധ്യത തുടക്കത്തിൽ പറഞ്ഞ പോലെ കൽപ്പിക്കുന്നത്. മേ ബി 1-0 2-0 ചിലപ്പോൾ ഇംഗ്ലണ്ട് ജയിച്ചേക്കാം. ഓക്കെ, 2-0 1-0. ഓക്കെ, റൈറ്റ്. എന്തായാലും രണ്ടുപേരും തുടരുക. നമ്മൾ ഇനി അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്ക് ഒന്ന് വളരെ വേഗം പോയിട്ട് വരാം. ഈ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുകയാണ്. നാളെ രാവിലെ 6:30 മത്സരം. അർജന്റീനയെ തളയ്ക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് സ്വിറ്റ്സർലൻഡ് കോച്ചിന്റെ അവകാശവാദം. എന്താണെങ്കിലും കാൻസാസ് സിറ്റിയിൽ 6:30 കിക്ക് ഓഫ്. ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അർജന്റീനയുടെ ആരാധകർ. ഈജിപ്തിന് മുന്നിൽ വിറച്ച അർജന്റീനയ്ക്ക് തിരുത്താനേറെയുണ്ട്. 2-0 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമാം വിധം തിരിച്ചെത്തിയാണ് അർജന്റീന ക്വാർട്ടറിലെത്തിയത്. ലയണൽ മെസ്സി നിറമങ്ങിയാൽ എന്താണ് അടുത്ത പദ്ധതിയെന്ന് അർജന്റീനയ്ക്ക് ധാരണയില്ല എന്ന് ബോധ്യപ്പെടുത്തി ഈജിപ്ത്. എന്നാൽ അതേ മെസ്സി തന്നെ സർവ്വപൂട്ടും തകർത്ത് പുറത്തു വന്നു എന്നത് യാഥാർത്ഥ്യം. വിങ്ങുകളിലൂടെ കൂടുതൽ ശ്രമങ്ങൾ വന്നു തുടങ്ങി എന്നതും അർജന്റീനയ്ക്ക് പ്രതീക്ഷ കൂട്ടുന്നു. കൊളംബിയയെ പിടിച്ചുകെട്ടിയ സ്വിസ് പ്രതിരോധം ഭേദിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. 1954 ശേഷം ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലൻഡ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. പ്രതിരോധിച്ചു നിൽക്കുക, അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ ആക്രമിക്കുക. സ്വിസ് തന്ത്രം മറ്റൊന്നാകില്ല. ബ്രീലംബോളയുടെ കരുത്ത് അർജന്റീന പ്രതിരോധത്തെ പരീക്ഷിക്കുമെന്നുറപ്പ്. ഈജിപ്ത് തുറന്നുകാട്ടിയ പിഴവുകൾ മുതലാക്കുമെന്നാണ് സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകന്റെ പ്രഖ്യാപനം.
കൊളംബിയയെ തടുത്തിട്ട ഗോൾ കീപ്പർ ഗ്രെഗോർ കൊബേലിന് മെസ്സിയെ വഴിമുടക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. സാക്ക് നയിക്കുന്ന മിഡ്ഫീൽഡ് കുറച്ചുകൂടി ക്രിയാത്മകമായാൽ കോച്ച് പറയും പോലെ അർജന്റീനയെ വിറപ്പിക്കാം. കൻസാസ് സിറ്റിയിൽ ഇതിനോടകം 2 മത്സരങ്ങൾ കളിച്ച അർജന്റീനയ്ക്ക് വേദി കൂടുതൽ പരിചിതമാണ്. അർജന്റീനയെ ഇതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വിറ്റ്സർലൻഡിന്. 7 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 5ലും അർജന്റീന ജയിച്ചു. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലാണ് ഇരു ടീമും ലോകവേദിയിൽ അവസാനമായി ഏറ്റുമുട്ടിയത്. അന്ന് എക്സ്ട്രാ ടൈമിൽ ഏൻഹൽ ഡീമിനയുടെ ഗോളിലാണ് അർജന്റീന രക്ഷപ്പെട്ടത്. അന്നത്തേതിന് സമാനമായൊരു പോരാട്ടമാണ് സ്വിസ് ടീം ലക്ഷ്യമിക്കുന്നതും. എന്നാൽ 1ാം റാങ്കുകാരെ 19ാം സ്ഥാനക്കാർക്ക് എത്രത്തോളം തടഞ്ഞുവെക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. റൈറ്റ്, സി കെ വിനീത, ഈ 2014 ലോകകപ്പിലെ എക്സ്ട്രാ ടൈമിലെ ഏൻഹൽ ഡി മരിയയുടെ ഗോൾ ഇപ്പോഴും നെഞ്ചിരിപ്പോടുകൂടി ഓർത്തിരിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് അത്രമാത്രം അർജന്റീനയെ അന്ന് ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ സമാനമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ടോ വിനീത്? ഇത് നോക്കൌട്ട് ആയതുകൊണ്ട് എല്ലാ ടീമുകളും എന്താ പറയുക, നമ്മളിപ്പം നമ്മളെ നാടൻ ഭാഷ പറയുന്ന പോലെ മരിച്ചു കളിക്കും എന്ന് പറയുന്ന പോലെ എല്ലാ ടീമും മരിച്ചു കളിക്കും. പ്രത്യേകിച്ച് ഈ അർജന്റീനയ്ക്കൊക്കെ എതിരെയാവുമ്പോൾ അങ്ങനെ കളിച്ചേ പറ്റൂ എന്നുള്ളതാണ്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈജിപ്ത് ഏകദേശം 70 മിനിറ്റ് വരെ മെസ്സിനെ അനങ്ങാൻ വിട്ടിട്ടില്ല. പക്ഷെ അവസാനത്തെ 11 മിനിറ്റിൽ ആ 70 മിനിറ്റിന്റെ കളിയും കൂടി അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ 1 മിനിറ്റ് പോലും ഈ പറയുന്ന മെസ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ അതേപോലെയുള്ള മെസ്സിനെ അത്രത്തോളം വരില്ലെങ്കിലും അതേപോലെ കളികൾ മാറ്റിമറിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സുള്ള ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. അപ്പൊ അവരങ്ങനെ ഫ്രീ ആയിട്ട് ഒരു കാരണവശാലും വിടാൻ പറ്റില്ല. അപ്പൊ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തായാലും മരിച്ചു കളിക്കാൻ തന്നെയായിരിക്കും തയ്യാറായിട്ടുണ്ടാവുക. പക്ഷെ എന്നാൽ പോലും മെസ്സിനെ പൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതെങ്ങനെയാവും എന്ന് കാണാനാണ് ഞാൻ ആക്ച്വലി കാത്തിരിക്കുന്നത്. അതായത് സ്വിറ്റ്സർലൻഡ് മെസ്സിനെ എങ്ങനെ എന്താ പറയാ പൂട്ടിയിടാൻ നോക്കും എന്നുള്ളതാണ്. മെസ്സിനെ പൂട്ടിയിട്ടില്ല എങ്കിൽ അർജന്റീന എളുപ്പത്തിൽ ജയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സ്വിറ്റ്സർലാൻഡ് എന്തായാലും അതിനൊരു പ്ലാൻ എന്തെങ്കിലുമൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഞാനുള്ളത്. കാരണം എല്ലാവർക്കും അറിയുന്നതാണ് അർജന്റീന എന്ന് പറഞ്ഞാൽ മെസ്സിയാണ് എന്നുള്ളത്. അപ്പൊ മെസ്സിക്ക് എന്തായാലും ഒരു പ്ലാൻ അവർക്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മെസ്സി അല്ലെങ്കിൽ വേറെ എന്താണ് എന്നുള്ളത് ഇതുവരെ അർജന്റീനക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്വിറ്റ്സർലൻഡിന് മെസ്സിയെ പൂട്ടാൻ പറ്റിയാൽ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക എളുപ്പമാവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചും കൂടി അവർക്ക് കളിയിൽ നിൽക്കാൻ പറ്റും എന്ന് പറയാം. അപ്പം മെസ്സിനെ പൂട്ടുക എന്നുള്ളതാണ് അതിലെന്താ അവരുടെ പ്ലാൻ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഉറപ്പായിട്ടും. റാഫി, ഈ ഇപ്പോ മെസ്സി അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കാൻ വന്നത് ഈ സ്വിറ്റ്സർലൻഡിന്റെ കൗണ്ടർ അറ്റാക്കുകൾ വളരെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ അർജന്റീനയുടെ ലെഫ്റ്റ് റൈറ്റ് ബാക്കുകളുടെ ഒരു പ്രകടനം ഒക്കെ നോക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ കൗണ്ടർ അറ്റാക്ക് വന്നാൽ അത് ഭീഷണിയാകില്ലേ ആൽബി സെലസ്റ്റോ? ആക്ച്വലി കൗണ്ടർ അറ്റാക്ക് തന്നെയായിരിക്കും കൂടുതലും ശ്രമിക്കുക സ്വിറ്റ്സർലാൻഡ്. ചില നമ്മള് അർജന്റീന ഇതുവരെ കളി നോക്കിക്കഴിഞ്ഞാല് കൂടുതലും ആൾക്കാരും കൗണ്ടർ അറ്റാക്കിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ മൊളീനോവും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടി വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് കവർ ചെയ്യാൻ പറ്റിയില്ല പാരഡൈസും ആൾക്കാരിൽ അവിടെ തന്നെ ഉണ്ട്, പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഗെയിം പ്ലാൻ നമ്മള് കോച്ച് തന്നെ പറഞ്ഞു, നമ്മൾ ഒരു ടീമിനെയും ചെറുതായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ എല്ലാ ടീമും ഇപ്പൊ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്ത എല്ലാ ടീമും നല്ല ഒരു ട്രോഫി അടിക്കാനുള്ള ഒരു ടീമായി മാറിയതെന്നാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്ത് വേൾഡ് കപ്പ് കളിക്കാനെത്തിയത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ടീമിനെയും നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു നല്ലൊരു പിന്നെ എന്താ പറയുക പറഞ്ഞ കൗണ്ടർ അറ്റാക്ക് ആണ് ശ്രമിക്കുന്നെങ്കിൽ ആ രീതിയിൽ കോച്ച് ഓൾറെഡി അത് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ആ രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പം നമുക്ക് നല്ല ഒരു മാച്ച് തന്നെ നമുക്ക് ഇന്ന് നാളെ രാവിലെ 6:30 നമുക്ക് കാണാൻ പറ്റും. വിനീത്, ഈ മൊളീന താലിയഫിക്കോ ഈ 2 പേരാണ് 2 ബാക്കുകളായിട്ടുള്ളത്. മറ്റൊന്ന് കേൾക്കുന്നില്ലേ? കേൾക്കാമോ വിനീതിന്? വിനീത് കേൾക്കാമോ? പറഞ്ഞു. റൈറ്റ്. വിനീത്, മൊളീനയും താലിയഫിക്കോയുമാണ് 2 ബാക്കുകൾ. അപ്പോ ഇവരുടെ പ്രകടനമാണ് ഈ അർജന്റീനയ്ക്ക് അത്രമാത്രം ഗംഭീരമായിട്ട് വരാത്തത് എന്ന് തോന്നുന്നു. സെൻട്രൽ ഓക്കെയാണ്, റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ഒരു ഗോൾ അടിക്കുന്നുണ്ട്, നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടീമിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇനി മറ്റൊന്ന് ഗോൾ കീപ്പറുമാണ് കേട്ടോ, ഗോൾ കീപ്പർ അത്ര പോകുന്നില്ല ദിബു. അല്ല, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കളിയും അർജന്റീന ഒരുവിധം ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള കളികളാണ്. അങ്ങനെ ഈ പറയുന്ന ബാക്കിനോ അല്ലെങ്കിൽ ബാക്കി ഗോൾ കീപ്പർക്കൊന്നും അധികം പണികൾ വന്ന കളികൾ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അവരെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത്
ഇതുവരെ ഈ വേൾഡ് കപ്പിൽ എന്താ പറയാ ആരും അത് ശ്രമിച്ചു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം അറ്റാക്കുകളൊന്നും അല്ലെങ്കിൽ അർജന്റീനൻ ഡിഫൻസിലേക്കോ അർജന്റീനൻ ഗോൾ കീപ്പറിന്റെ അടുത്തേക്കോ വന്ന ഒറ്റ കളി പോലും ഇല്ല. എല്ലാ കളിയും അർജന്റീന ഡോമിനേറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ കൗണ്ടർ അറ്റാക്കിലും മറ്റുമൊക്കെ ഗോൾ വാങ്ങുന്നു എന്നല്ലാതെ അർജന്റീനനെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ ടീമും ഇല്ല. അപ്പം ഈ പറയുന്ന പോലെ സ്വിറ്റ്സർലാൻഡിനും ഈ പറയുന്ന റാഫിച്ച പറഞ്ഞ പോലെ കൗണ്ടർ അറ്റാക്ക് തന്നെയായിരിക്കും അവരും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതുവരെയുള്ള എല്ലാ കളികളിലും അവരെ വിങ് ബാക്കും ആൾക്കാരും ഒക്കെ അതിനനുസരിച്ച് നിന്നിട്ടുണ്ട്. ഇതിപ്പം അടുത്ത കളി സെമിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ ഒരു മെന്റാലിറ്റീന്റെ മാറ്റവും കൂടി ഉണ്ടാവും. അപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല ഇവരൊക്കെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഇവരൊക്കെയാണ് അർജന്റീനൻ ലൈനപ്പിലെ വീക്ക് ലിങ്ക് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ ഓരോ കളിക്കനുസരിച്ചിട്ട് അവരെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാരാണ്. ഈ കഴിഞ്ഞ വഴി തന്നെ മെസ്സി വിങ്ങിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന വിങ് ബാക്കുകൾക്കൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിങ് ബാക്കുകൾ അങ്ങനെ ഒരു വീക്ക് ലിങ്ക് ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. കാരണം അർജന്റീന എല്ലാ കളിയും ഓൾറെഡി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈജിപ്തിന്റെ തന്നെ വിങ്ങേഴ്സ് സ്പീഡിൽ പോകുമ്പോൾ പോലും അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന 1-2 സമയത്ത് മാത്രമാണ് അവർക്കത് പറ്റാതിരുന്നതും ഗോൾ വാങ്ങിയിട്ടുള്ളതും. അത് എല്ലാ കളിക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഈജിപ്തിന്റെ അത്ര സ്പീഡുള്ള വിങ്ങേഴ്സ് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവരൊരു വീക്ക് ലിങ്ക് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വിങ്ങുകളിൽ ഇവിടെ വരുന്നത് റോഡ്രിഗസും സക്കറി ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. റാഫിച്ച, ഈ എല്ലാ പന്തുകളും മെസ്സിക്ക് നൽകുന്ന ഒരു പ്രവണത ഈ ടൂർണമെന്റിൽ ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. പ്ലാൻ എ തന്നെ, ആ പ്ലാൻ എയിൽ തന്നെ വിജയിച്ചു. പക്ഷേ മെസ്സിക്ക് ഗോൾ അടിക്കാൻ കൂടുതൽ അവസരം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മെസ്സിനെ തേടുകയാണ് കണ്ണുകൾ. മെസ്സി എവിടെയാണെന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീനയുടെ മിഡ്ഫീൽഡ് മുതൽ പന്ത് ബോക്സിലേക്ക് എത്തുമ്പോൾ മെസ്സിയെ തേടുന്ന ഒരു രീതി. അപ്പോൾ ആ ഒരു സപ്ലൈ മുടക്കിയാൽ തന്നെ സ്വിറ്റ്സർലൻഡിന്റെ കാര്യങ്ങൾ അത് ഈസിയല്ലേ കുറച്ചുകൂടി എന്താ പറയുക, ആ കോച്ച് പറയുന്ന പോലെ ഞങ്ങൾക്ക് അർജന്റീനയെ വെല്ലുവിളിക്കാം എന്നവർക്ക് വരുത്തി തീർക്കാനെങ്കിലും കഴിയില്ലേ? തീർച്ചയായിട്ടും അവര് ആ ഒരു പ്ലാൻ തന്നെയായിരിക്കും ഈ ഒരു നാളത്തെ രാവിലത്തെ മാച്ചിൽ അവര് പ്രാബല്യത്തിൽ കൊണ്ടുവരാം. പക്ഷെ എനിക്ക് തോന്നുന്ന മെസ്സിക്ക് എങ്ങനെ ബോൾ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ ചിന്തയിലായിരിക്കും കോച്ചസ് ഉണ്ടാക്കാം. പക്ഷെങ്കിൽ ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ തോന്നുന്നത് വെച്ചാൽ മെസ്സിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതലും ഡേഞ്ചറാണ്. അറ്റാക്കിങ് മിഡ്ഫീൽഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഡേഞ്ചറാണ് മെസ്സിന്റെ കാലിൽ ബോൾ കിട്ടുമ്പോഴാണ്. അപ്പം മെസ്സി മെസ്സിക്ക് ആ രീതിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. മെസ്സി താഴോട്ട് വന്നിട്ട് വിഡ്രോ ചെയ്തിട്ട് ആടുന്ന് ബോൾ വാങ്ങിച്ചിട്ട് ക്യാരി പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ മെസ്സിനെ ത്രൂ ഔട്ട് ഒരു 90 മിനിറ്റ് ഒരു പ്ലെയറിനെ ത്രൂ ഔട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നില്ല, പോസിബിൾ അല്ല. അത് തീർച്ചയായിട്ടും അതിനെ ബ്രേക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും അർജന്റീന അത് അവസരങ്ങൾ ഉണ്ടാക്കും ഒരുപാട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മാച്ച് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഡീപ്പോളിലൊക്കെ ബോൾ കിട്ടുമ്പോൾ 4-5 പേരായിരുന്നു കവർ ചെയ്തു. ആ കവർ ചെയ്തതിന്റെ നടുക്കിലൂടെയായിരുന്നു മെസ്സിക്ക് ബോൾ കൊടുത്ത് മെസ്സി കൊണ്ടുപോയി ഗോൾ അടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡന്റ് നമുക്ക് കാണാം. പക്ഷെ എത്രത്തോളം കോച്ചസ് മെസ്സിനെ ടൈറ്റ് മാർക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ആ മാർക്കിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മെസ്സി ബോളും കൊണ്ട് പോവാണ്, ക്രിയേറ്റ് ചെയ്യാണ്, ക്യാൻസലും ഇല്ലെങ്കിൽ ഗോൾ അടിക്കുകയാണ്. അപ്പൊ ആ ഒരു മാച്ച് നമുക്ക് നാളെയും ഇതേപോലെ കാണാൻ പറ്റുന്നതിലൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്താണെങ്കിലും വിനീത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ ഗ്യാസ് നെഡ്യൂളിൻ്റെ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഈ നിക്കോ പാസിനെയും കുറച്ചുകൂടിയൊക്കെ അവസരം നൽകേണ്ടതായി തോന്നുന്നുണ്ട്. കാരണം അടുത്ത ഭാവി മുൻകൂട്ടി കാണുമ്പോൾ പാസിൻ്റെ ഒക്കെ പ്രകടനം, നിക്കോ പാസിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ആ ടീമിന് അനിവാര്യമല്ലേ? കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കേണ്ടേ നിക്കോ പാസ്? അല്ല, ഇതൊരു ഫ്രണ്ട്ലി മാച്ച് അല്ലല്ലോ, ഇതൊരു ടൂർണമെന്റ് അല്ലേ. ടൂർണമെന്റിൽ അവർക്ക് എന്താണോ നല്ല ഓപ്ഷൻ ഉള്ളത് അത് കളിപ്പിക്കുക എന്നുള്ളതല്ലേ ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ ഒരു ടൂർണമെന്റ് കളിക്കുന്നത്. നിക്കോ പാസ് നല്ല പ്ലെയർ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷെ അർജന്റീനയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നിലവിൽ നിലനിൽക്കുമ്പോൾ എല്ലാ കളിയും ജയിച്ചു പോകുമ്പോൾ അവരത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ മുന്നേ തുടക്കത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ റാഫിച്ചനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അർജന്റീനക്ക് മെസ്സി ത്രൂ അല്ലേ എല്ലാ കളിയും പോകുന്നത് എന്നുള്ളത്. മെസ്സി വന്നതിന് ശേഷം എപ്പോഴും മെസ്സി ത്രൂ ആണ് അവരെ കളി പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. പക്ഷെ എല്ലാ ടീമിനും ഇത് അറിയുകയും ചെയ്യാം. പക്ഷെ അതൊരിക്കലും ഒരു ടീമിനും അത് പൂട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ശരിയായ കാര്യം. ഇപ്പം എല്ലാവർക്കും അറിയാം മെസ്സി ആണ് ഇതിന്റെ എൻജിൻ അല്ലെങ്കിൽ ഇതിന്റെ ഹൃദയം മെസ്സി ആണ് എന്നുള്ളത് ഒരുവിധം ഓപ്പോസിറ്റ് കളിക്കുന്ന എല്ലാ ടീമിനും അറിയാം. പക്ഷെ ഒരിക്കലും മെസ്സിനെ എന്താ പറയാ അത്ര എളുപ്പത്തിൽ മെസ്സിക്ക് ബോൾ എത്തിക്കാതിരിക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ സാധിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ സ്വിറ്റ്സർലൻഡിനും ജയത്തിനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷെ അത് സാധിക്കൂല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. അപ്പം അങ്ങനെ ഒരു എന്താ പറയാ മെസ്സി ഏറ്റവും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, മെസ്സിക്ക് ചുറ്റിലും ഉള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ടീമിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയൊരു പ്ലെയറിന് ചാൻസ് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ
വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കളി ജയിച്ചുകൊണ്ട് പോവാണ്. ഇതൊരു എന്താ പറയാ നോക്കൌട്ട് ടൂർണമെന്റ് ആണ്, ജയിക്കേണ്ട കളികളാണ് എല്ലാം. അത് നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ട് മാറ്റേണ്ട ഒരു കളികളല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് ഇപ്പം അവിടെ ഉള്ളത്. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കൊടുത്ത ഒരു മാച്ച് ഉണ്ടായിരുന്നു മുന്നേ ഗ്രൂപ്പ് സ്റ്റേജിൽ. അതായത് അങ്ങനെ നിർബന്ധമായും ജയിക്കണം എന്നല്ലാത്ത ഒരു കളിയിൽ ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സിനും ചാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മാച്ചസും അങ്ങനെയല്ലല്ലോ. നമ്മളൊരു പ്രാക്ടീസ് മാച്ചോ അല്ലെങ്കിൽ ഈ പ്ലെയർ നല്ലതാണോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് പ്രിപ്പറേഷനോ അല്ലല്ലോ നടക്കുന്നത് വേൾഡ് കപ്പ് ആണ്. ഇതിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പൊ കോച്ചിന് തോന്നുന്നത് ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവർക്ക് ചാൻസ് കൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു എന്താ പറയാ ഒരു നല്ലൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കളി ജയിക്കുവാണ്, ആത്യന്തികമായിട്ട് വേണ്ടത് കളി ജയിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേറൊരാളെ അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, വിനീത് ഒറ്റയ്ക്കൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചത് വീണ്ടും, അതായത് വേറെ ഒന്നുമില്ല, പെനാൽറ്റി അവസരം കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിയിലേക്ക് തന്നെ ആയിരിക്കുമോ പോവുക? പിന്നെ വേറെ ആർക്കാണ്? ഈ 2 പെനാൽറ്റി മിസ്സായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ മൊത്തം മാറിപ്പോവില്ലല്ലോ. മാത്രമല്ല ഗോൾ കീപ്പർ നിൽക്കുന്നത് സേവ് ചെയ്യാനാണ്. അതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് ഫുട്ബോൾ അല്ലേ, സേവിങ് ഒക്കെ പാർട്ട് ഓഫ് ഫുട്ബോൾ അല്ലേ. അത് രണ്ടെണ്ണം മിസ്സായതുകൊണ്ട് മെസ്സി ഇനി പെനാൽറ്റി എടുക്കൂല എന്ന് തീരുമാനിക്കാൻ പറ്റും? അങ്ങനെ ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊന്നും മേലോട്ട് പോകാത്തത്. മെസ്സി അങ്ങനത്തെ പോലത്തെ പ്ലേയേഴ്സ് അല്ലേ. അവരൊക്കെ മെന്റാലിറ്റി തന്നെ മാറ്റല്ലേ. 2 എടുത്താൽ ഇനി എങ്ങനെ അടുത്തത് എങ്ങനെ ഗോളാക്കും എന്നുള്ളതായിരിക്കും അദ്ദേഹം ആലോചിച്ചുകൊണ്ട് പോവാം. ഇപ്പം ഈ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മാച്ചിന് പെനാൽറ്റി വരുവാണെങ്കിൽ അദ്ദേഹം തന്നെ എടുക്കും, അദ്ദേഹം തന്നെ ഗോളും അടിക്കും. കാരണം ഇപ്പം വാശി കൂടിയിട്ടുണ്ടാവുക. കാരണം 2 എണ്ണം സേവ് ചെയ്തു, അടുത്തത് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും മൂപ്പർ നിൽക്കുന്നത്. അപ്പം ഒരു കാരണവശാലും മാറ്റും എന്നുള്ള തോന്നൽ എനിക്കില്ല. ഓക്കെ, റൈറ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച് വിനീത് ആൻഡ് മുഹമ്മദ് റാഫി. താങ്ക് യു ഫോർ ജോയിനിങ്. എന്തായാലും രണ്ടുപേരും പ്രതീക്ഷ പങ്കെടുപ്പിച്ചതുപോലെ അർജന്റീനയ്ക്ക് ഒരു മേധാവിത്വം കിട്ടട്ടെ. അർജന്റീന അനായാസം സെമി ഫൈനലിലേക്ക് എത്തട്ടെ, സ്വിറ്റ്സർലൻഡിനെ മറികടന്ന്. ഫുട്ബോളം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.